എന്താ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്താൻ? നീ പരിശുദ്ധപ്പെടുത്തിയിട്ടാണോ അള്ളാഹു പരിശുദ്ധനാവാൻ? അല്ല. പിന്നെ എന്താണ് എൻ്റെ അർത്ഥം? നീ പരിശുദ്ധപ്പെടുത്തുന്നത് അവന് യോജിക്കാത്ത ജനങ്ങൾ അവനെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കിയ സർവ്വ ന്യൂനതകളിൽ നിന്നുമാണ്. നീ മസ്ജിദിൽ ഇരുന്ന് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നു. ഇതാ പുറത്ത് കുറച്ച് ആളുകൾ അവർ പറയുന്നു ആകാശഭൂമികളെ പടച്ച റബ്ബിന് ഒരു പങ്കാളിയുണ്ട്, ശരീക്കുണ്ട്, അവന് പങ്കാളിയുണ്ട്. അള്ളാഹുവിനെ പോലെ അവർ ആരാധിക്കുന്ന ചില ആരാധ്യ വസ്തുക്കളുണ്ട്. നീ പറയുന്നു സുബ്ഹാനല്ലാഹ് അമ്മാ യുശ്രികൂൻ, അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിൽ നിന്ന് ഞാൻ അള്ളാഹുവിനെ പരിശുദ്ധം, എനിക്കിതുമായിട്ട് ബന്ധമില്ല. അതാണ് എൻ്റെ അർത്ഥം. നീ സുബ്ഹാനല്ലാഹ് എന്ന് മസ്ജിദിൽ എന്ന് പറയുന്നു. വേറെ ചില ആളുകൾ അവർ ആരാധനാലയങ്ങൾ കെട്ടിപ്പടുത്തുകൊണ്ട് കുരിശിൽ തറച്ച രൂപത്തെ നോക്കി പറയുന്നു ഹാദാ വലദുല്ലാഹ്, അള്ളാഹുവിന്റെ സന്താനമാണ്. നീ പറയുന്നു സുബ്ഹാനല്ലാഹി അമ്മാ യഫ്തറൂൻ, അവർ പറഞ്ഞുണ്ടാക്കുന്ന കളവിൽ നിന്ന് അള്ളാഹു പരിശുദ്ധനാണ്, അള്ളാഹുവിന് സന്താനമില്ല. അവർ പറയുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് തുല്യനായ, അവന് സമനായ ചില ആളുകളുണ്ട്. ചില ആളുകൾ പറഞ്ഞു, മുസ്ലിമാണ് എന്ന് പറയുന്ന ചിലർ, ഇന്നുകൂടി ഞാൻ വായിച്ചതാണ്, സിയ മടവൂർ സ്മരണികയിൽ എഴുതി വെച്ചതാണ്, അള്ളാഹു കേൾക്കുന്നത് പോലെ ഔലിയാക്കന്മാർ കേൾക്കും. നീ പറയുന്നു സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ, അവർ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുണ്ടാക്കുന്ന, അള്ളാഹുവിനെ വിശേഷിപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധനാണ്. റബ്ബ് ഒരിക്കലും അങ്ങനെയല്ല. അള്ളാഹിനെ പോലെ കേൾക്കുന്ന ഒരാളുമില്ല, അള്ളാഹുവിനെ പോലെ കാണുന്ന ഒരാളുമില്ല, അള്ളാഹുവിനൊരു സന്താനമില്ല, അള്ളാഹുവിനൊരു പങ്കുകാരനില്ല. ഇതാണ് സുബ്ഹാനല്ലാഹ് എന്നതിൻ്റെ അർത്ഥം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ആളുകൾ ഈ 33 തവണ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന ഒരു തവണ അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ എങ്ങനെയാണ് ഈ ജാറത്തിലെത്തുക, എങ്ങനെയാണ് ഈ മഖ്ബറയിലെത്തുക, എങ്ങനെയാണ് അള്ളാഹു അല്ലാഹുവിനെ കുറിച്ച് പ്രാർത്ഥിക്കുക?